നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം നേരുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനാണ്. അവരേത് സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ മനസ്സിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ അവരുടെ സാഹചര്യം ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ലൈഫുമായിട്ട് കണക്റ്റ് അല്ല. ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല. ഫോഴ്സ്ഫുള്ളി ഇത് എൻ്റെതാണെന്നും പറഞ്ഞ് വലിച്ചടുപ്പിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ. പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക, പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. എപ്പോഴും നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി ഇരുന്നാൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് അട്രാക്റ്റ് ആവത്തുള്ളൂ. നെഗറ്റീവ് മൈൻഡോടുകൂടി എവിടെ ഇരിക്കുന്നുവോ അപ്പോൾ നമ്മളിലേക്ക് എന്താണ് നെഗറ്റീവ് ഊർജ്ജമായിരിക്കും കടന്നു വരുന്നത്. അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ. റിലേഷൻഷിപ്പിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടപ്പെടുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലിൽ പേഴ്സണൽ റീഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് അതുവഴി ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നല്ലൊരു പാതയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ചുയർത്തും. അപ്പം പേഴ്സണൽ റീഡിംഗ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് അത് ഞാൻ മുഖാന്തരമല്ല, ചാനൽ മുഖാന്തരമാണ് എടുക്കേണ്ടത്. എൻ്റെ ചാനൽ എടുത്തിട്ട് അതിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് ക്യാഷ് അടച്ച് കയറാവുന്നതാണ്. അത് യൂട്യൂബ് ചാനൽ വഴിയാണ് കയറേണ്ടത്. അത് അങ്ങനെ എടുക്കുന്നത് വഴി നിങ്ങൾക്ക് 10 ദിവസം കൂടുമ്പോൾ ഒരു ഗൈഡൻസ് പോലെ 2 കാർഡ് റീഡിങ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. കാരണം ഞാൻ മെമ്പർഷിപ്പ് റീഡിംഗ് ആയിട്ട് അങ്ങനെ എടുക്കുന്നില്ല. കോമൺ ആയിട്ട് ഞാൻ പൊതുവായിട്ട് ഇതിനകത്ത് വീഡിയോ ഇടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മെമ്പേഴ്സിന് മുൻഗണന നൽകിക്കൊണ്ട് 2 കാർഡ് റീഡിങ് 10 ദിവസം കൂടുമ്പോൾ എടുത്തു കൊടുക്കുന്നതാണ്. അത് പേഴ്സണലി എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. പീസ്ഫുള്ളായിട്ട് പോസിറ്റീവായിട്ടിരുന്ന് കാണുക. നമുക്ക് കാർഡ്സ് എടുക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക. നിങ്ങൾ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് എടുക്കാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി വലിച്ചടുപ്പിക്കേണ്ട. നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ, ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കാണുക. ഫസ്റ്റ് ഒരു കാർഡ് ജമ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം കറണ്ട് സിറ്റുവേഷനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ച, ഹാർട്ട് ബ്രേക്കാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അത് എന്ന് വെച്ചാൽ മൈനർ ആർക്കാന കാർഡാണ്. സ്വന്തമായിട്ട് വരുത്തി വെച്ച വിനയാണ്. ഒന്നിലും ഒരു വ്യക്തതയില്ല, തെറ്റിദ്ധാരണ, വിശ്വാസമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ, ക്ലാരിറ്റി പ്രശ്നമാണ്. അതേപോലെ കിങ് ഓഫ് കപ്സ് ബ്ലോക്കേജ് ആയിട്ട് വന്നേക്കുകയാണ്. സ്നേഹത്തിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രസക്തി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സ്നേഹത്തിന്, വൈകാരികമായിട്ടുള്ള സ്നേഹത്തിൽ ഇപ്പം നേരെ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ പക്വതയോടുകൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തി, വൈകാരികമായിട്ട് ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി, സ്നേഹത്തിന് പ്രസക്തി കൊടുക്കുന്നൊരു വ്യക്തി. ഇതിപ്പോൾ റിവേഴ്സ്ഡായിട്ട് വന്നത്, റിവേഴ്സ്ഡാന്ന് വെച്ചാൽ ബ്ലോക്കേജ് ആയിട്ട് വന്നതുകൊണ്ട് സ്നേഹത്തിന് പ്രസക്തിയില്ല, സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽപ്പിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു തകർച്ച വരാനായിട്ട് കാര്യമായിട്ട് കാണുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, കിങ് ഓഫ് സോൾസ് വളരെ ഹാർഡായിട്ട് പെരുമാറുകയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം, സ്നേഹത്തിന് ഒരു പ്രസക്തിയില്ല, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുക. വളരെ എന്നിരുന്നാലും സത്യസന്ധനാണ്.
കള്ളത്തരം കാണിക്കുന്നൊരു വ്യക്തിയല്ല. എന്ന് വെച്ചാൽ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുക, മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന കണക്കുള്ളൊരു പെരുമാറ്റം, അല്ലെ മറ്റുള്ളവരെ ആകർഷിക്കുക, സിമ്പതി പിടിച്ചു പറ്റുക, അങ്ങനെയുള്ള ഒരു ഇതിൽ ജെനുവിനാണ് ആൾ. പക്ഷേ ആൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ആളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള, മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല എന്നുള്ളൊരു സ്വഭാവമാണ്. പക്ഷേ എനിക്ക് ആ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം ആർക്കും അങ്ങനെ പിടിക്കാത്തത്. ചില ആളുകൾക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരിക്കണം, അങ്ങനെയൊക്കെയുണ്ട്. ഇതങ്ങനെയല്ല എന്നേ ഉള്ളൂ. സ്വന്തം കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ആളുടെ കാര്യങ്ങൾ ഫസ്റ്റ് നടക്കണം, ഇനി എന്തെല്ലാം മുടക്കം വന്നാലും. അതാണ് അതെ. അതേപോലെ പണത്തിന് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനും പണം ഉണ്ടാക്കാനും ഇവരെ കഴിഞ്ഞേ ഉള്ളൂ, മറ്റാരും. എന്നുവെച്ചാൽ അവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ അവർക്ക് പണം വേണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. മാനുഷിക മൂല്യങ്ങൾ ഒന്നും ഇല്ല എന്നുള്ള, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, സ്വന്തം കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുക, ഒരു ഏകാധിപതിയെ പോലെ നിൽക്കുക എന്നുള്ളൊരു രീതി. അതേപോലെ ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സ്വന്തം കാര്യം നോക്കുക എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ചില ഓപ്ഷൻ റിലേഷൻഷിപ്പിന് 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ വേറെ ഏതോ ഒരു ഓപ്ഷൻ അല്ലെ വേറെ എന്തിൻ്റെ പുറക്കെയോ ഇവർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. 7 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതെന്തുമാവാം, ഏതൊരു സാഹചര്യവുമാവാം. അപ്പം ഒന്നിൻ്റെ പുറകെ അല്ല, പലതിൻ്റെ പുറകെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ചില സാഹചര്യം. സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരു വഴി കണ്ടെത്തുക, വേറെ ഓപ്ഷൻ എന്തോ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പം റിലേഷൻഷിപ്പിലെ ഈ ഒരു തകർച്ച, സംശയം, വാക്ക് തർക്കം, ഹാർട്ട് ബ്രേക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള എന്തിൻ്റെ അടുത്തോ ഒരു തീവ്രമായിട്ടുള്ള അട്രാക്ഷൻ തോന്നിയിരിക്കുന്നു. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. 7 ഓഫ് കപ്സ് വന്നതുകൊണ്ട് പലതുമാവാം ഇതിനകത്ത് ഓപ്ഷനുകൾ. വേറെ എന്തോ ഒരു അഡിക്ഷനകത്തോട്ട് ആൾ ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്. അതിനകത്തോട്ട് തീവ്രമായിട്ടുള്ള ആകർഷണം തോന്നുക, അത് വേണമെന്ന് തോന്നുക, താന്നു കൊടുക്കാത്തത്, സ്വന്തം കാര്യം നേടിയെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ആൾ കഴിഞ്ഞേ ഉള്ളൂ. അത് വിട്ടുകൊടുക്കത്തില്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അനുഭവങ്ങൾ കൊണ്ട് പാഠം പഠിച്ച, അനുഭവങ്ങൾ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ പാഠങ്ങളും അനുഭവങ്ങളും ഉള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആർക്കും അങ്ങനെ ചീറ്റ് ചെയ്യാനോ പറ്റിക്കാൻ, ഇദ്ദേഹം ഇനി ആരെങ്കിലും ചീറ്റ് ചെയ്യുന്നെങ്കിലേ ഉള്ളൂ, അല്ല ഇദ്ദേഹത്തിനെ ആർക്കും അങ്ങനെ തോൽപ്പിക്കാനോ കൊണ്ടുവന്ന് കുഴി ചാടിക്കാനോ ഒന്നും പറ്റത്തില്ല. വാദിച്ച് ജയിക്കാനും പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നൊരു വ്യക്തിത്വമാണ്. എങ്ങനെ വീണാലും 4 കാലേ വീഴുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പക്ഷേ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തി ആരുടെയും മുമ്പിൽ താന്നു കൊടുക്കുകയോ തോറ്റു കൊടുക്കുകയോ എന്ന് ആരും വിചാരിക്കേണ്ട. അവരായിട്ട് ഇങ്ങോട്ട് വരണം, ഇവരായിട്ട് അങ്ങോട്ട് പോകത്തില്ല ആരുടെയും മുമ്പിൽ. പക്ഷേ ഇപ്പം നിലവിൽ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഇവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി. 2 ഓപ്ഷനുണ്ട്. ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത കൺഫ്യൂഷനിലായിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഒരു സൈഡിൽ ചിലപ്പോൾ മറ്റൊരു ഭാഗം, ഇരു സൈഡിൽ വേറൊരു ഭാഗമായിരിക്കാം. സ്വയം കണ്ണ് കെട്ടിയ ഒരവസ്ഥ. ഇതെല്ലാം സ്വന്തമായിട്ട് വരുത്തി വെച്ചതാണ്. ഈ കാർഡിൽ ഒരെണ്ണം പോലും മേജർ ആർക്കാന വന്നിട്ടില്ല. എല്ലാം ഒരു മേജർ ആർക്കാന വന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം മൈനർ ആർക്കാന കാർഡാണ് വന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന വിനയാണിത്, ആരും എടുത്തു വെക്കുന്നതല്ല. പക്ഷേ ഈ ഒരു മേജർ ആർക്കാന കാർഡ് വന്നതിൻ്റെ മീനിങ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇവരെ ആർക്കും അങ്ങോട്ട് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഇവരായിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് വരണം, അല്ലാതെ ഇവരെ ആർക്കും അല്ലാതെ ചീറ്റ് ചെയ്യാനോ ചതിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ
ഉള്ള വ്യക്തിയാണ് ഇവർ. ജീവിതം കൊണ്ട് ഒരുപാട് പാഠങ്ങൾ പഠിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു കാർമിക് സൈക്കിൾ അല്ലെ ഒരു സാഹചര്യം എൻഡിങ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു റിലേഷൻ എൻഡിങ് ആക്കാനുള്ളൊരു സാഹചര്യമായിട്ടാണ് ഇത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു എൻഡിങ് എന്നിട്ടൊരു പുതിയ തുടക്കം, ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു കംപ്ലീഷൻ എന്നൊക്കെ വരുന്നത് പോലെ ഒരു പുതിയ തുടക്കത്തിനുള്ള കാര്യം. അതാണ് ഇവിടെ ഹാർട്ട് ബ്രേക്കിംഗ് വന്നത്. പഴയ റിലേഷൻഷിപ്പ് കളഞ്ഞിട്ട് പുതിയതിലോട്ട് പോകാനുള്ളൊരു സാഹചര്യത്തിലിരിക്കുകയാണ്. പക്ഷേ ഈ പഴയത് ആ ഒരു റിലേഷൻ കളയാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, 2 ഓഫ് സോഴ്സ് ആണ്. അതങ്ങോട്ട് കളഞ്ഞിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. വേദനാജനകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്. പുതിയ ആ ഒരു റിലേഷൻ ഇപ്പം മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇരിക്കുകയാണ് ഇപ്പം ഈ വ്യക്തി. ഒരു തീരുമാനമെടുക്കാനായിട്ട് ശരിയായിട്ട് കഴിയുന്നില്ല, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ട് വിട്ടുകളയാൻ അവർക്ക് തോന്നുന്നില്ല എന്നൊരു സാഹചര്യം. അതെ, അടുത്ത തലത്തിലോട്ട് പോകാനായിട്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒന്നും നോക്കുന്നില്ല, മറ്റൊന്നും നോക്കുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു രീതിയിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. പക്ഷേ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട്. ചുറ്റിലും ഒരുപാട് ശത്രുക്കളുണ്ട് ഈ വ്യക്തിക്ക്. ഈ വ്യക്തിയുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടുമാവാം ആരോടും ചേരാത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തി. ഒരു ഏകാധിപതിയാണ് ഈ വ്യക്തി. പക്ഷേ ഹാർഡായിട്ടുള്ള സ്വഭാവം, ഈ ഒരു സ്വഭാവം കൊണ്ട് ആരുമായിട്ട് ഈ വ്യക്തി ചേർന്ന് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ചുറ്റിലും ശത്രുക്കളുണ്ട്. അതൊന്നും വകവയ്ക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല, എങ്ങനെ വീണാലും 4 കാലേ വീഴുന്ന വ്യക്തിയാണവർ. അത് അടുത്ത തലത്തിലോട്ട് ആരുടെയും മാനസിക പരിഗണന അല്ലെങ്കിൽ സ്നേഹത്തിനൊന്നും പരിഗണന കൊടുക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഒരു സാഹചര്യം ഈ ഒരു റിലേഷൻ വിട്ട് മറ്റൊന്നിലോട്ട് പോകുമ്പോഴും അത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഉള്ളുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ 2 റിലേഷൻ്റെയും ഇടയിൽ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം, ഇനി എനിക്ക് ഒരു സ്നേഹവും വേണ്ട, എനിക്ക് എല്ലാം കൊണ്ടും മതിയായി, എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നും തോന്നുന്നുണ്ട്. എന്നാൽ ഈ ഗ്രഹണ സമയമൊക്കെ കഴിയാറായി എന്നും ഈ ഒരു കാർഡ് കൊണ്ട് മീൻ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കിതിനകത്ത് ബോട്ടമായിട്ട് കിട്ടുന്നത് ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു 10 ഓഫ് കപ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതിലോട്ടാണ് തിരിച്ച് കയറാനുള്ള സാധ്യത കാണുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള സാഹചര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ബോട്ടമായിട്ട് 6 ഓഫ് വാൺസും പേജ് ഓഫ് പെൻറ്റിക്കിൾസും വരുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു കാർഡ് എന്താണ് പോകുന്നത്, ഫാമിലിക്കാണോ ഇമ്പോർട്ടൻ്റ് നോക്കുമ്പോൾ 10 ഓഫ് കപ്സ് ആണ് ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് കളഞ്ഞിട്ട് പോകാനായിട്ട് പുള്ളിക്കാരന് അല്ലെ പുള്ളിക്കാരത്തിക്ക് പാടാണ്. ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പം പിന്നെ ആണായാലും പെണ്ണായാലും ഈ ഒരു വ്യക്തി. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി ഘട്ടം ഇവർ തന്നെ മറികടക്കും. കാരണം ഇവരെ ജീവിതത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് സ്വന്തമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. ഇവരാര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇവർ സ്വന്തമായിട്ടൊരു അനുഭവം കൊണ്ടൊരു പാഠം പഠിച്ച് അതിലൂടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഏതോ ഒരു ഓപ്ഷനിലോട്ട് അവർ ചെന്ന് കയറാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ അതങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല, ഇതങ്ങോട്ട് കളയാനും പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാർ, അങ്ങനെ ചില വ്യക്തികൾ. പക്ഷേ ഇത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇതൊരു ഫാമിലി ഉള്ള വ്യക്തിയാണ്. ഫാമിലി എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലോട്ട് അങ്ങാണ്ട് ചെന്ന് പെട്ട എന്തോ വ്യക്തികളുടെ ഒരു എനർജിയാണിത്. പക്ഷേ ഇത് ഫാമിലിക്ക് തന്നെ തിരിച്ചു വരും എന്ന് തന്നെയാണ്. ഒരു പക്ഷേ ഈ വ്യക്തിയെ വേറെ ആർക്കും സഹിക്കാനും പറ്റത്തില്ല. ഫാമിലിക്ക് മാത്രമേ ഈ വ്യക്തിയെ കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ വെച്ച് ആലോചിക്കുന്ന വ്യക്തിയാണ്. അത് ഇങ്ങനെ അതിൻ്റെ അറ്റം കണ്ടിട്ടേ വിടത്തുള്ളൂ. അത് അങ്ങനെ അതിനകത്ത് തന്നെ സ്ട്രക്കായിട്ടിരിക്കുന്ന വ്യക്തിയുമാണ്. അതേപോലെ ക്ലീൻ ഇമേജുമാണ്.
ഹൈഡിങ് പേഴ്സണാലിറ്റിയാണ്. ഇനി ആന കുത്താൻ വന്നാലും മനസ്സിലുള്ളത് തുറന്ന് പറയത്തില്ല. ഇനി ഇങ്ങനെ തന്നെ ഇരിക്കും, ഹൈഡ് ചെയ്ത് തന്നെ വെച്ചേക്കും. ആര് ശ്രമിച്ചാലും പറയത്തില്ല. ഒരു പ്രത്യേക കാറ്റഗറിയിൽ പെടുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണിത്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ചിലവർ പറയും ഇത് എൻ്റെ അല്ല, എൻ്റെ പേഴ്സൺ ഇങ്ങനെയല്ല. ഞാൻ നിങ്ങളെ ആരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, വ്യക്തിപരമായിട്ടുള്ള ഒരു റീഡിങ്ങും അല്ല ഇത്, തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ഇതിനകത്ത് ചിലവർക്ക് സാമ്യം ഉണ്ടാവാം, സാമ്യം ഇല്ലായിരിക്കാം. ഇത് എൻ്റെതാണെന്ന് ഇത് എൻ്റെതല്ല അങ്ങനെ ഫോഴ്സ്ഫുള്ളി വലിച്ചടുപ്പിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കുക. അങ്ങനെയുള്ള ചിലരുടെ എനർജിയാണ് ഞാനിന്ന് കൂട്ടി വായിക്കാനായിട്ട് ശ്രമിച്ചത്. ഒരു ഹൈഡിങ് പേഴ്സണാലിറ്റിയാണ്, പക്ഷേ ക്ലീൻ ഇമേജുമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. എങ്ങനെയാണെങ്കിലും അവർക്ക് ജീവിക്കാൻ അറിയാം എന്നുള്ളതാണ് മറ്റുള്ളവർക്ക്. പക്ഷേ ഈ വ്യക്തിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന പാർട്ട്ണർക്കേ അറിയൂ ഇവരുടെ തനി സ്വരൂപം എന്താണെന്നുള്ളത്. പുറത്തുള്ള ഒരു വ്യക്തികൾക്കും പറയാൻ പറ്റത്തില്ല ഈ വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അത്രയ്ക്ക് ക്ലീൻ ഇമേജാണ്. പക്ഷേ കൂടെ നിൽക്കുന്നവർക്കേ കൂടെ കഴിയുന്നവർക്കേ രാപ്പനി അറിയത്തോളം എന്ന് പറഞ്ഞതുപോലെ ഈ വ്യക്തിയെ ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ഇവരുടെ തനി സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഇനി ഒരു തെളിവും ഇല്ല, പുറത്ത് ആരും പറഞ്ഞാൽ ഇത് വിശ്വസിക്കത്തുമില്ല. അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് ഇവർ. ഓക്കെ, അങ്ങനെ കുറച്ച് പേരുടെ ഒരു റീഡിങ് എനർജിയാണ് എനിക്കിന്ന് കിട്ടിയത്. അപ്പോൾ പക്ഷേ ഇത് വിട്ടു പോകത്തില്ല, ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എങ്ങോട്ട് പോകണം, ഏത് ഓപ്ഷൻ ഇത് തിരഞ്ഞെടുക്കും എന്നുള്ള രീതിയിൽ ഭയങ്കര പെയിൻഫുള്ളായിട്ടൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ അത് റൈറ്റ്, ചിലപ്പം സ്വന്തം പേഴ്സൻ്റെ പ്രാർത്ഥന കൊണ്ടും അത് തിരിച്ച് കറങ്ങി സ്വന്തം ഫാമിലിയിലോട്ട് തന്നെ നിൽക്കാനാണ് ഇത് സാധ്യത കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയിൽ വായിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങൾ കണക്ട് ചെയ്യുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.